നമസ്കാരം. ശ്രീരാമ നവമി വ്രതം അനുഷ്ഠിക്കുന്ന ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 രാമന്റെ അയനമാണ് രാമായണം. അയനം എന്നാൽ ഗമനം എന്നർത്ഥം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ഗമനം എന്നതുകൊണ്ട് ജീവചരിത്രമാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ രാമന്റെ ജീവചരിത്രം എന്നാണ് രാമായണ ശബ്ദത്തിൻ്റെ മുഖ്യാർത്ഥം. രാമസ്യ അയനം എന്നു പറയാം. അതല്ലെങ്കിൽ രാമായ അയനം അഥവാ സീതയുടെ അയനം എന്നും പറയാം. അമരർക്കും ആരാധ്യനായ ശ്രീരാമദേവൻ മർത്യലോകത്തിൽ മനുഷ്യവേഷത്തിൽ സഞ്ചരിച്ച കഥയാണ് രാമായണം. മാനുഷിക ഭാവങ്ങളിലൂടെയെല്ലാം കടന്നുപോയ ശ്രീരാമൻ്റെ കഥ, മനുഷ്യജീവിത സമസ്യകളെ നേരിട്ട കഥ, ഏതൊരു മനുഷ്യനും നേരിടുന്ന വിഷമസന്ധികളിൽപ്പെട്ട കഥ, ഇതെല്ലാം കൊണ്ട് തന്നെ ദുഃഖങ്ങളുടെ നീണ്ട നിര കാണപ്പെടുന്ന കഥ. ശ്രീരാമദേവൻ അനുഭവിച്ച ഘോര ദുഃഖങ്ങളും ധർമ്മസങ്കടങ്ങളും സാധാരണ മനുഷ്യർക്ക് ഊഹിക്കാൻ കഴിയുന്നവയല്ല. ആ മഹാദുഃഖങ്ങളുടെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണ മനുഷ്യർക്ക് തങ്ങളുടെ ദുഃഖങ്ങളിൽ അവ സിദ്ധൌഷധങ്ങളായി അനുഭവപ്പെടുന്നു. അവതാര പുരുഷനായ ശ്രീരാമൻ്റെ ജയന്തിയാണ് നാളെ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കോധന്യ സന്യാസി കോമാന്യ പണ്ഡിത സാധു സേവ്യോ യോദാത കോദാത യോർധി തൃപ്തിമാതനുതേ. കോധന്യ സന്യാസി കോമാന്യ പണ്ഡിത സാധു സേവ്യോ യോദാത കോദാത യോർധി തൃപ്തിമാതനുതേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 51-ാം ശ്ലോകത്തിലെ ചോദ്യമാണ് ആരാണ് ധന്യൻ എന്നത്. സന്യാസി എന്നാണ് ആചാര്യൻ നൽകുന്ന മറുപടി. സന്യാസത്തിൻ്റെ ആന്തരികമായ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് വിവരിക്കുന്നതിനോടൊപ്പം ആരാണ് മാന്യൻ എന്ന ചോദ്യത്തിനുള്ള മറുപടിയെയും വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം
വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 50 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. നമ്മളെപ്പോഴും ശിഷ്ടാചാരം, ശിഷ്ടോപദേശം എന്നൊക്കെ പറയാറുണ്ട്. എപ്പോഴും അനുവർത്തിക്കേണ്ടത് ശിഷ്ടാചാരമാണ്, ശിഷ്ടോപദേശമാണെന്നൊക്കെ പറയും. ആരാണ് ശിഷ്ടൻ? ആരെയാണ് ശിഷ്ടൻ എന്ന് പറയാൻ പറ്റുക? പറഞ്ഞു വേദപ്രമാണവാൻ. അപ്പോൾ പിന്നെ ഭ്രഷ്ടനാര്? ഹതൻ, ഹനിക്കപ്പെട്ടവൻ, പുരുഷാർത്ഥങ്ങളിൽ നിന്ന് ഹനിക്കപ്പെട്ടവൻ. മറുപടി ക്രിയാഭ്രഷ്ട. ക്രിയാഭ്രഷ്ടനാണ് ഹതൻ. ക്രിയകളിൽ നിന്ന് ഭ്രംശിക്കപ്പെട്ടവൻ മരിച്ചവന് തുല്യനാണ്, ഹതനാണ്. തുടർന്ന് കോ ധന്യസന്യാസി കോ മാന്യ പണ്ഡിത സാധു കസേവ്യോ യോ ദാത കോ ദാതായോർത്ഥി തൃപ്തിമാതനുതേ. കോ ധന്യസന്യാസി കോ മാന്യ പണ്ഡിത സാധു കസേവ്യോ യോ ദാത കോ ദാതായോർത്ഥി തൃപ്തിമാതനുതേ. കഹ ധന്യഃ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ആരാണ് ധന്യൻ? പലപ്പോഴും നമ്മൾ എന്തെങ്കിലും വലിയ ധനം പ്രാപിച്ചാൽ, ബാഹ്യങ്ങളായ സമ്പദൈശ്വര്യങ്ങളൊക്കെ നേടിയാൽ, എന്തെങ്കിലും ഒരു താത്കാലിക പരീക്ഷയിൽ ജയിച്ചാൽ, ആഗ്രഹിച്ചതിനെ നേടിയാൽ ഒക്കെ ധന്യനായെന്ന് പറയാറുണ്ട്. ഞാൻ ധന്യനായി. ആ ബോധം നല്ലതാണ്. ഞാൻ ധന്യനാണെന്നുള്ള ബോധം നല്ലതാണ്. തീർച്ചയായിട്ടും അത് കൃതജ്ഞതാഭാവത്തെ പ്രകാശിപ്പിക്കും. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമുക്ക് അവശ്യം വേണ്ടുന്ന വിജയത്തിന് കാരണമാണ് ധന്യഭാവം. അതൊക്കെ ശരിയാണ്. എങ്കിൽ തന്നെയും പലപ്പോഴും ധന്യൻ എന്ന് സ്വയം മനസ്സിലാക്കുന്നത് ശരിയായി കൊള്ളണമെന്നില്ല. ഇവിടെ പറയുകയാണ്, ആരാണ് ധന്യൻ എന്ന ചോദ്യത്തിന് മറുപടി സന്യാസി. സന്യാസിയാണ് ധന്യൻ. സന്യാസി എന്ന് പറഞ്ഞതുകൊണ്ട് കാഷായം ഉടുത്തവനെന്നോ അല്ലെങ്കിൽ മുണ്ടനം ചെയ്തവനെന്നോ അഗ്നിക്രിയ ചെയ്യാത്തവനെന്നോ അതൊന്നും അല്ല അർത്ഥം. സന്യാസി എന്ന പേരോടൊത്തവൻ അതുമല്ല. അഥവാ ഗുരുനാഥനിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ചിരിക്കുന്നു അതുമല്ല. അതെല്ലാം പാരമാർത്ഥിക സന്യാസത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. പാരമാർത്ഥിക സന്യാസത്തിലേക്ക് ഉയരാനുള്ള സാധനാക്രമങ്ങളാണ്. ആ സാധനാക്രമം പാലിക്കുമ്പോൾ സഹായികളായ ലിംഗങ്ങളാണ്. പാരമാർത്ഥിക സന്യാസം പരിപൂർണമായ വൈരാഗ്യവും ജ്ഞാനവും ഒത്തുചേർന്ന അവസ്ഥയാണ്. സന്യാസം ജ്ഞാനവൈരാഗ്യ ലക്ഷണം എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ പല സന്ദർഭങ്ങളിൽ പറയും. അപ്പം ആന്തരികമായ അറിവും ആന്തരികമായ വൈരാഗ്യവും ഒത്തുചേർന്ന ആൾ. അതുകൊണ്ട് തന്നെ എൻ്റെ എന്നുള്ള ഏഷണകൾ ഒഴിഞ്ഞ ആൾ. അയാൾ ബാഹ്യമായി ബ്രഹ്മചാരിയാവട്ടെ, ഗൃഹസ്ഥനാവട്ടെ, വാനപ്രസ്ഥനാവട്ടെ, സന്യാസിയാവട്ടെ, ആർക്ക് എൻ്റെ എന്നുള്ള ഏഷണകൾ ഒഴിഞ്ഞിട്ടുണ്ടോ, കെട്ടുപാടുകൾ ഒഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ മക്കൾ, എൻ്റെ സമ്പത്ത്, എൻ്റെ ലോകം. ലോകം എന്ന് പറഞ്ഞാൽ പേര്, പ്രശസ്തി, സ്ഥാനം, മാനം ഒക്കെ വരും. ഈ വക എൻ്റെകൾ ആരിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു അയാളാണ് സന്യാസി. എല്ലാവിധ കർമ്മങ്ങളോടുള്ള മമത്വ സംഘവും ഒഴിഞ്ഞ ആൾ. അങ്ങനെയുള്ള സന്യാസി എപ്പോഴും ധന്യനാണ്. കാരണം അയാൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് പ്രതീക്ഷിച്ചത് നേടുമ്പോഴുള്ള ഹർഷമോ പ്രതീക്ഷിച്ചത് നേടാതിരിക്കുമ്പോഴുള്ള വിഷാദമോ അയാൾക്കില്ല. എപ്പോഴും സമചിത്തനായി പ്രശാന്തനായി നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് ആരാണ് ധന്യൻ എന്ന ചോദ്യത്തിന് സന്യാസി എന്നർത്ഥം പറഞ്ഞത്. ഇവിടെ തീർത്തും ആന്തരികമായ അർത്ഥം മനസ്സിലാക്കണമെന്ന് ആവർത്തിക്കുകയാണ്. അടുത്ത ചോദ്യം കോ മാന്യഃ. കോ മാന്യഃ, ആരാണ് മാന്യൻ? പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ മാന്യൻ എന്ന് പലരെയും പറയാറുണ്ട്. പലപ്പോഴും പണക്കാരെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉയർന്ന സ്ഥാനമാനങ്ങളെന്ന് നമ്മൾ കൽപ്പിക്കുന്ന സ്ഥിതിയിലിരിക്കുന്നവരെയൊക്കെയാണ് മാന്യനെന്ന് പറയാറ്.
അപ്പം ആരാണ് മാന്യൻ? മറുപടി പണ്ഡിത സാധു. പണ്ഡിതനാണ് മാന്യൻ, സാധുവാണ് മാന്യൻ. സാധു ശ്രേഷ്ഠനാണ്. സാധു സ്വാശ്രമനിഷ്ഠനാണ്, അല്ലെങ്കിൽ ധർമ്മനിഷ്ഠനാണ്. പണ്ഡിതനോ, പണ്ഡിതനെന്നുള്ളതിന് വ്യാവഹാരിക തലത്തിലും പാരമാർത്ഥിക തലത്തിലും അർത്ഥമുണ്ട്. സാമാന്യ വ്യാവഹാരിക തലത്തിൽ ഏത് മേഖലയിലും ഉയർന്ന അറിവുള്ള ആളെ പണ്ഡിതനെന്ന് പറയാറുണ്ട്. രണപണ്ഡിത എന്ന് വരെ പ്രയോഗങ്ങളുണ്ട്. യുദ്ധപണ്ഡിതൻ, യുദ്ധത്തിൽ അതിസമർത്ഥനായവനെ രണപണ്ഡിതൻ, യുദ്ധപണ്ഡിതൻ എന്നൊക്കെ വാൽമീകി മഹർഷി പോലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പണ്ഡിതൻ എന്നുള്ളതിന് ആത്മജ്ഞാനി എന്ന് മാത്രം അർത്ഥം എടുക്കേണ്ട ആവശ്യമില്ല. ഏത് മേഖലയിലും അങ്ങേയറ്റത്തെ അറിവുള്ള ആൾ പണ്ഡിതനാണ്. എന്നാൽ വേദാന്ത ശാസ്ത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പണ്ഡിത ശബ്ദത്തിന് ആത്മജ്ഞാനി എന്നാണ് അർത്ഥം. ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്, പണ്ഡ ആത്മവിഷയ ബുദ്ധി യേഷാം തേഹി പണ്ഡിതാഹ. ആത്മവിഷയമായ ബുദ്ധിയുള്ളവരാണ് പണ്ഡിതന്മാരെന്ന്. അപ്പോൾ ആത്മജ്ഞാനികൾ. അപ്പോൾ ആരാണ് മാന്യന്മാർ? ആത്മജ്ഞാനികളും സാധുക്കളുമാണ് മാന്യന്മാർ. പണ്ഡിതൻ സമബുദ്ധിയാണെന്നൊക്കെ വളരെ വിശദമായി ശാസ്ത്രങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മമാണ്. ഓം അമൃതേശ്വരി നമഃ. ഇന്ന് യോഗ വളരെ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്, പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. സംസ്കൃതത്തിൽ യോഗ എന്ന് പറയും, മലയാളത്തിൽ യോഗം എന്ന് പറയും, ഹിന്ദിയിൽ മറ്റ് ഭാഷകളൊക്കെ യോഗ എന്ന് പറയും. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ യോഗ എന്നാണ് പറയുക. വാസ്തവത്തിൽ യോഗ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യമാണ്, യോഗമാണ്, സംയോഗമാണ്. അതായത് നമ്മളിന്ന് പല രീതിയിൽ പിന്തുടരുന്ന ഈ യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരമാണ്. പക്ഷേ അതിന് പല പല ഉൽപ്പന്നങ്ങളും ഉണ്ട്, ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന പോലെ. യോഗത്തിൻ്റെ ചിട്ടപ്പെടുത്തിയ ആ ശാസ്ത്രത്തെ പിന്തുടർന്നാൽ ആത്യന്തികമായി നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ തന്നെ സ്വരൂപത്തെ അറിയുക എന്നുള്ള പരമപുരുഷാർത്ഥമാണ്. പക്ഷേ അതോടൊപ്പം നമുക്ക് പല പല ഗുണങ്ങളും യോഗ അഭ്യസിക്കുന്നതിലൂടെ കൈവരിക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമായി നമ്മളെല്ലാവരും കാണുന്നത് യോഗയിലൂടെ ആരോഗ്യമുണ്ടാകുന്നത് ഒരവസ്ഥ. അങ്ങനെ ഒരു ലാഭം നമുക്കുണ്ടാകുന്നുവെന്ന് എല്ലാവർക്കും അനുഭവമാണ്. ഇങ്ങനെ ഒരു ഗുണം യോഗ അഭ്യാസത്തിലൂടെ കിട്ടുമെന്ന് ഉപനിഷത്തുകൾ വരെ പ്രഖ്യാപിക്കുന്നുണ്ട്. ശ്വേതാശ്വതര ഉപനിഷത്ത് യോഗ അനുഷ്ഠിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ പറയുന്നു. ലഘുത്വം, ആരോഗ്യം, അലോലുപത്വം, വർണ്ണപ്രസാദ സ്വരസൗഷ്ഠവഞ്ച, ഗന്ധശുഭോ മൂത്രപുരീശമൽപ്പം യോഗപ്രവൃത്തിം പ്രഥമാം വദന്തി. ശ്വേതാശ്വതര ഉപനിഷത്ത് എന്നു പേരായ പ്രസിദ്ധമായ ഒരു ഉപനിഷത്ത് പറയുകയാണ്, ലഘുത്വം, നമ്മുടെ ശരീരത്തിന് ലാഘവം സമ്പാദിക്കാൻ സാധിക്കും യോഗം അനുഷ്ഠിക്കുന്നതുകൊണ്ട്. ആരോഗ്യം, രോഗങ്ങളെല്ലാം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അലോലുപത്വം, അഡിക്ഷൻസിൽ നിന്നെല്ലാം നമുക്ക് മുക്തി കിട്ടും. ഒന്നിനോടും നമുക്ക് അതിന് കവിഞ്ഞ ഒരു ആശ്രയത്വം ഇല്ലാതാകും. വർണ്ണപ്രസാദ, നമ്മുടെ ശരീരത്തിൻ്റെ കാന്തി വർദ്ധിക്കും. സ്വരസൗഷ്ഠവഞ്ച, നമ്മുടെ ശബ്ദത്തിൻ്റെ മാധുര്യം വർദ്ധിക്കും. ഗന്ധശുഭോ, ശരീരത്തിൻ്റെ വിയർപ്പ് നാറ്റം അങ്ങനെയുള്ള എല്ലാ അകലും. മൂത്രപുരീശമൽപ്പം, ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണം മുഴുവനും ആഗിരണം ചെയ്യപ്പെടും. വിസർജനമായിട്ട് മാറേണ്ട ആ അവസ്ഥ കുറയും, എല്ലാം ആഗിരണം ചെയ്യപ്പെടും. ഇങ്ങനെ പല പല ഗുണങ്ങളും ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൈവരിക്കും. ഇത് ഉപനിഷത്ത് പറയുന്നത് യോഗപ്രവൃത്തിയും പ്രഥമാം വദന്തി എന്നാണ്. വളരെ കർക്കശമായ രീതിയിൽ ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് യോഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആദ്യപടികളായി കിട്ടുന്ന ചില അനുഗ്രഹങ്ങളാണ് യോഗയുടെ. പിന്നെ ശാരീരികമായ ഗുണങ്ങൾക്ക് ഉപരിയായി മാനസികമായി നമുക്കുണ്ടാകുന്ന ഗുണങ്ങളുണ്ട്. യോഗശാസ്ത്രത്തിൽ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ് യോഗവാസിഷ്ഠം.
യോഗശാസ്ത്രത്തിൽ പല പ്രസിദ്ധ ഗ്രന്ഥങ്ങളുണ്ട്. ഏറ്റവും പ്രസിദ്ധം പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ, പിന്നെ ശിവസംഹിത എന്ന ഗ്രന്ഥമുണ്ട്, ഹഠയോഗ പ്രദീപികയുണ്ട്, ഖേരണ്ഡ സംഹിതയുണ്ട്, അനേക ഉപനിഷത്തുകൾ യോഗയെ സംബന്ധിച്ചുണ്ട്. അതുപോലെ തന്നെ പ്രസിദ്ധമായൊരു ബൃഹത് ഗ്രന്ഥമാണ് യോഗവാസിഷ്ഠം. ഈ യോഗവാസിഷ്ഠത്തിൽ യോഗ നിർവചിക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: മനഃപ്രശമനോപായോ യോഗ ഇത്യഭിധീയതേ. മനസ്സിനെ പ്രശാന്തിയിലേക്ക് നയിക്കുന്ന, മനസ്സിനെ നിയന്ത്രണത്തിൽ എത്തിക്കുന്ന ഒരു മാർഗമാണ് യോഗ. പ്രശമനം, മനസ്സിനെ ശമിപ്പിക്കുവാൻ, അതിനെ കൈവശപ്പെടുത്തുവാൻ, കീഴടക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപായമാണ് യോഗ എന്നതിൽ പറയുന്നുണ്ട്. അത് ആത്യന്തികമായി ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ മറക്കരുത്. പക്ഷേ അതിനുവേണ്ടിയാണെങ്കിൽ പോലും ഈ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ആ കഴിവ് നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചാൽ ജീവിതത്തിലെ എല്ലാ തുറകളിലും നമുക്ക് വിജയം നേടാൻ സാധിക്കും. അപ്പം മനസ്സിൻ്റെ നിയന്ത്രണത്തിന് അത്യന്തം ഉപകരിക്കുന്ന ഒരു പദ്ധതിയാണ് യോഗ അനുഷ്ഠാനക്രമങ്ങൾ. ഏകാഗ്രത വർദ്ധിപ്പിക്കാം, ഉത്കണ്ഠ കുറയ്ക്കാം, അതുപോലെ വിഷാദം മുതലായ മാനസിക അവസ്ഥകളിൽ നിന്ന് നമുക്ക് മുക്തി നേടാം. ഇങ്ങനെയൊക്കെ പല പല പ്രയോജനങ്ങളും ഈ മനഃപ്രശമനോപായം എന്നുള്ള ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ശാരീരികവും മാനസികവുമായ പ്രയോജനങ്ങൾ കഴിഞ്ഞാൽ ആത്മീയമായ പ്രയോജനം എന്താണ്? നമ്മുടെ ആധ്യാത്മികമായി ആത്യന്തികമായി യോഗ നമുക്ക് നൽകുന്ന അനുഗ്രഹം എന്താണ് എന്ന് ചിന്തിക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ പ്രസിദ്ധമായ ഭഗവത്ഗീതയിൽ, അർജുനന് നൽകിയ ഉപദേശങ്ങളുടെ സമാഹാരമായ ഭഗവത്ഗീതയിൽ യോഗ എന്ന വാക്ക് അനേകം തവണ ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ഭഗവാൻ യോഗ അഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി പറയുന്നത് ഈശ്വര സാക്ഷാത്കാരം തന്നെയാണ്. ഭഗവാൻ പറയുന്നത് തം വിദ്യാത് ദുഃഖസംയോഗ വിയോഗം യോഗസംഹിതം എന്നാണ്. യോഗ എന്താണ് എന്ന് വളരെ വിശദമായി അനേകം ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ചിട്ട് അവസാനം ഭഗവാൻ പറയുകയാണ് ദുഃഖസംയോഗ വിയോഗം യോഗസംഹിതം. ദുഃഖങ്ങളുമായുള്ള സംയോഗം ഇല്ലാതാക്കുന്നു, അതായത് ദുഃഖങ്ങളിൽ നിന്നുള്ള ആത്യന്തികമായ മുക്തി നൽകുന്നു. അതാണ് യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? യോഗ കൊണ്ട് നേടേണ്ട ഈ പരമമായ ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ പലയിടത്ത് പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഓർക്കേണ്ടത് യോഗയുടെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്നുള്ളതാണ്. മറ്റൊരു പ്രസിദ്ധമായ സ്മൃതി ഗ്രന്ഥത്തിൽ പറയും, അയം ഹി പരമോധർമ്മോ യത് യോഗേന ആത്മദർശനം. മനുഷ്യൻ്റെ പരമമായ ധർമ്മം എന്താണെന്ന് ചോദ്യത്തിന് ഉത്തരമായി മഹർഷി പറയുകയാണ്, അയം ഹി പരമോധർമ്മോ, പരമമായ ധർമ്മം ഇതാണ്, യത് യോഗേന ആത്മദർശനം. യോഗയിലൂടെ ആത്മസാക്ഷാത്കാരം നേടുക എന്നുള്ളതാണ് പരമമായ മാർഗം, പരമമായ ലക്ഷ്യം. അതിന് എന്തെല്ലാം പാലിക്കണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. വളരെ എളുപ്പം അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ യോഗ നയിക്കുമെന്ന് വിചാരിക്കരുത്. അതിന് പല ചിട്ടകളും പാലിക്കേണ്ടതുണ്ട്. ഭഗവാൻ പറയുന്നു, ആത്മാവിനെ അറിയണമെങ്കിൽ ആദ്യം മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിക്കണം, പൂർണ്ണമായും അടക്കണം. അത് ബുദ്ധിമുട്ടാണെന്ന് അർജുനൻ ഭഗവാനോട് പറയുകയാണ്. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാതി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവസു ദുഷ്കരം. കൊടുങ്കാറ്റിനെ പിടിച്ചു കെട്ടുന്നത് പോലെ ദുഷ്കരമാണ് ചഞ്ചലമായ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ എന്ന് അർജുനൻ ഭഗവാനോട് പരാതിപ്പെടുമ്പോൾ ഭഗവാൻ മറുപടി പറയും, അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. അല്ലയോ മഹാബാഹോ, മഹാപരാക്രമിയായ അർജുന, നീ പറഞ്ഞത് ശരിയാണ്. മനോ ദുർനിഗ്രഹം ചലം, അസംശയം, ഒരു സംശയവുമില്ല, മനസ്സ് നിഗ്രഹിക്കാൻ, കീഴടക്കാൻ പ്രയാസമുള്ളതാണ്, ചഞ്ചലമാണ്. എന്ന് വെച്ച് സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുന്നില്ല. ഭഗവാൻ പറയുന്നു, അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ജഗൃഹ്യതേ. നിരന്തരമായ യോഗാഭ്യാസം ചെയ്ത് അതുപോലെ മറ്റു വിഷയങ്ങളിലേക്ക് പായുന്ന മനസ്സിനെ അവിടെ നിന്നെല്ലാം വൈരാഗ്യപൂർവ്വം തിരിച്ചു കൊണ്ടുവന്ന് ലക്ഷ്യത്തിലേക്ക് തന്നെ വീണ്ടും വീണ്ടും ഏകാഗ്രമാക്കി പരിശീലിച്ചാൽ ഗൃഹ്യതേ, അതിനെ പിടിക്കാൻ പറ്റും. അങ്ങനെ മനസ്സിനെ പിടിച്ചെടുക്കാൻ ഉപയോഗിച്ചിട്ട് ആ യോഗയിലൂടെ ആത്യന്തികമായ ദുഃഖനിവൃത്തി എന്ന പരമമായ മോക്ഷപദത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമെന്നാണ് ഭഗവത്ഗീതയും മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്, അമ്മയെപ്പോലെയുള്ള ഗുരുക്കന്മാർ നമ്മളെ യോഗ അഭ്യസിപ്പിക്കുന്നതും ആത്യന്തികമായ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അതിലേക്ക് പ്രയാണം ചെയ്യുവാൻ യോഗാഭ്യാസം നമ്മളെല്ലാവരെയും
പ്രാപ്തരാക്കി തീർക്കട്ടെ. ഓം അമൃതേശ്വരി നമഃ. സന്ധ്യാദീപം തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. बिबरे रामरसं बिबरे रामरसं रसने बिबरे रामरसं बिबरे रामरसं रसने बिबरे रामरसं बिबरे रामरसं रसने बिबरे रामरसं रघुनंदन वंदनमु रघुनंदन सेतुबंदन भक्त चंदन राम वंदनमु रघुनंदन सेतुबंदन भक्त चंदन राम वंदनमु रघुनंदन